ശരിക്കും സംസാരത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകളുടെ ഒരു സെക്സിലുള്ള സംതൃപ്തി കുറവിനെ കുറിച്ചാണ് മാഡം കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെന്നാണ് ഒരു പറഞ്ഞു വരുന്നത്. ഇല്ല, ഞാൻ സ്ത്രീകളെ മാത്രം പറഞ്ഞിട്ടില്ല. എപ്പോഴും 50% സ്ത്രീകളും 50% പുരുഷന്മാർ. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരും പകുതി പേർക്കും ഇത് പൂർണ്ണതയിൽ ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ഞാൻ ഇത്രയും മനസ്സിലാക്കിയെടുത്തോളൂ. കാരണം വെച്ചാൽ ഒരു പെണ്ണ് പുരുഷനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നോ, അല്ലെങ്കിൽ അവൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ വേറൊരു സ്ത്രീയെ തേടിപ്പോവും. അത് സ്വാഭാവിക. അങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് ഇങ്ങനെ ഇത് സുഖം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് അതല്ലേ കപ്പിൾ സ്വാപ്പിംഗ് അതൊക്കെ വരുന്നത്. ശരിക്കും കപ്പിൾ സ്വാപ്പിംഗ് ഒക്കെ ശരിക്കും ഇന്നത്തെ തലമുറ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ലെവലിലേക്കാണ്. അതിനോട് എങ്ങനെയാ, അതായത് ആ തരത്തിൽ ചിന്തിക്കപ്പെടുമ്പം ഒരു രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഫാമിലി അവർക്ക് ഇഷ്ടമുള്ള രണ്ട് പേരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പം അതിനകത്ത് ഒരു നിയമപരമായിട്ടും അതുപോലെ തന്നെ സംരക്ഷണം കൊടുക്കാൻ എളുപ്പമാണ്. കാരണം എനിക്കിഷ്ടം, എൻ്റെ ഇഷ്ടം എന്നുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമായിട്ട് വന്നു പോവുക. അപ്പോൾ അതെങ്ങനെയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അത് സമൂഹത്തിന് ദോഷകരമാണോ നല്ലതാണോ? തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെ ഭാര്യനെ നിങ്ങൾക്കത് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന് എന്താണ് അതിന് പേര് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ